നമ്മൾ എപ്പോഴെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജുവൻ റായിമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ അവളുടെ കൺട്രോൾ തെറ്റുന്നുണ്ട്. പക്ഷെ ഓർമ്മകൾ തിരികെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അവൾ അവനെ വെറുതെ വിടാൻ തയ്യാറാവുന്നു. കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മുമ്പ് അവൻ ചൊല്ലാറുണ്ടായിരുന്ന പദ്യം ഇപ്പോൾ അവൾ ചൊല്ലാൻ തുടങ്ങുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ജുവന് മനസ്സിലാവുന്നില്ല. മുമ്പ് നീ എന്നെ പ്രൊട്ടക്ട് ചെയ്തതുപോലെ ഇപ്പോൾ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അതത്ര വിശ്വാസം വരുന്നില്ല. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവളോട് അവിടെ വന്ന് താമസിക്കുന്ന കാര്യം അവൻ വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിശബ്ദമായി അവന്റെ കൂടെ നിന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു മെർമെയിനെ പോലെ അപ്രത്യക്ഷമായി പോവട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാൻ പറഞ്ഞിട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. മുമ്പ് താനാണ് അവളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നൊന്നും ജുവൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അവൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയാതെ അവൾ പോയിടത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. റായിം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചിട്ട് അവന്റെ ഒരു ബൈയൊക്കെ പറഞ്ഞ് പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. ജുവൻ കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നെങ്കിലും അവളെ കൊണ്ടുവിടാനായി അവളുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. നീ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നത്. എനിക്കിപ്പോൾ ആക്ഷൻ സ്കൂളിലേക്കാണ് പോവേണ്ടത്. എൻ്റെ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ എനിക്കിപ്പോൾ ആയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് അവൾ ചിരിയോടെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് ആക്ഷൻ സ്കൂളിലേക്ക് പോയത്. പക്ഷേ അവൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് ഹോളിവുഡ് സിനിമയുടെ ഡയറക്ടർക്ക് ഇനി അവളെ കൊണ്ട് ആ റോൾ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് അവർ വേറൊരു ആക്ട്രസിനെ കാസ്റ്റ് ചെയ്ത് ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജെങ്സു പറഞ്ഞ് ആ വിവരം പറഞ്ഞപ്പോൾ റായിം ശരിക്കും വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ അത് കാണിക്കാതെ ഓഡിഷൻ പാസ്സായത് തന്നെ വലിയ കാര്യമാണ്, എന്തായാലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ലോ എന്നൊക്കെ വിഷമം ഇല്ലാത്തതുപോലെയാണ് അവൾ പറഞ്ഞത്. അതിനുശേഷം റെസ്റ്റ് റൂമിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ജുവൻ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജെങ്സു അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നമ്മൾ തമ്മിൽ നേരത്തെ നല്ല പരിചയമുണ്ടോ എന്നൊക്കെ ജുവൻ ചോദിക്കുന്നു. നീ ആരെയൊക്കെ മറന്നാലും റായിമിനെ മറക്കാൻ പാടില്ല. അവൾക്ക് വേണ്ടി നിന്റെ ജീവിതം പോലെ നീ റിസ്കിലാക്കിയതാണ്, അത് മറന്നു പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് ജെങ്സു അവന്റെ അടുത്ത് നിന്ന് പോയത്. റായിമിന് വേണ്ടി താൻ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി എന്നുള്ളതും ജുവന് പുതിയൊരു അറിവായിരുന്നു. റായിം ഈ സമയം അവളുടെ ക്യാബിന്റെ അടുത്ത് പോയി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ജുവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ഇരിപ്പ് കണ്ട് ആ റോൾ നഷ്ടപ്പെട്ടതിൽ നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഈ റോൾ എനിക്ക് കിട്ടിയത് നീ കാരണമാണ്, അതുകൊണ്ട് നന്നായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എനിക്കതിന് പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ സോറി പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവളുടെ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കിൻസിനുള്ളിൽ അവൾ ചെറിയ സോപ്പ് കഷ്ണങ്ങൾ വെക്കുന്നത് എന്തിനാണ് എന്ന് അവൻ ചോദിച്ചത്. ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ഞാൻ ഇതിനു മുമ്പ് നിന്റെ ലോക്കർ കണ്ടിട്ടുണ്ടോ എന്ന് അവൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. നമ്മൾ ബോഡി സ്വിച്ച് ചെയ്ത സമയത്ത് നീ കണ്ടിട്ടുണ്ടോ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന് അവൾ പറയുന്നു. എന്തായാലും അവൻ ഓർമ്മകൾ കുറേശ്ശെയായി തിരികെ വരുന്നുണ്ട് എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. യൂൻസിയോളും ഓസ്കയുമായിട്ടുള്ള പിണക്കം ഏതാണ്ട് തീർന്ന മട്ടിലാണ്. അങ്ങനെ ഒരു ദിവസം അവൾ അവന്റെ വീട്ടിലെത്തിയ സമയത്താണ് സോൺ അവിടെ ഉണ്ട് എന്ന് കാണുന്നത്. ഓസ്ക അവനെ തിരികെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അത് യൂൻസിയോളിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പതിവ് പോലെ രണ്ടുപേരും തമ്മിൽ ഓസ്കയുടെ പേരും പറഞ്ഞ് പരസ്പരം തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓസ്ക അവിടേക്ക് വരുന്നു. സോൺ ഇപ്പോൾ ഓസ്കയ്ക്ക് വേണ്ടി പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തിനാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് യൂൻസിയോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നു. ഇവിടെ എക്സ്ട്രാ റൂമുണ്ട്, പിന്നെ എന്തിനാണ് വെറുതെ അവനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുവിടുന്നത്? മാത്രമല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവൻ ചിലപ്പോൾ സ്ഥലം വിട്ടേക്കും എന്ന് ഓസ്ക പറയുന്നുണ്ട്. യൂൻസിയോൾ അവനോട് പിണങ്ങി അവിടെ നിന്ന് പോവാൻ തുടങ്ങിയപ്പോൾ ഓസ്കയും പുറകെ പോകാൻ തുടങ്ങുന്നു. പക്ഷെ 10 മിനിറ്റിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പോകുമെന്ന് സോൺ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഓസ്ക വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എന്തായാലും അവൻ യൂൻസിയോളിന്റെ പുറകെ ചെല്ലുന്നു. സോണിന്റെ പെരുമാറ്റത്തിൽ ആദ്യം മുതലേ സംശയങ്ങൾ യൂൻസിയോളിനുള്ളതിനാൽ അവൻ ഗേ ആണോ എന്ന് യൂൻസിയോൾ ഓസ്കയോട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ആണ് എന്ന് ഓസ്ക സമ്മതിച്ചപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അവനെ പോലെ ഒരാളെ എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചത്? ഇനിയിപ്പോൾ ഞാൻ പെണ്ണുങ്ങളെ പേടിക്കുന്നത് പോരാഞ്ഞിട്ട് ആണുങ്ങളെ കൂടി പേടിക്കണോ എന്ന് ചോദിച്ച് യൂൻസിയോൾ വീണ്ടും അവനുമായി വഴക്കുണ്ടാക്കുന്നു. അവന് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല, അവൻ എന്നോട് ദേഷ്യമാണുള്ളത്, അതുകൊണ്ട് നിനക്ക് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഓസ്ക അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യൂൻസിയോളിന് എന്തോ അത്ര വിശ്വാസം ആവുന്നില്ല. എന്തായാലും 10 മിനിറ്റത്തെ സമയമല്ലേ ആകെ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. ഞാൻ എൻ്റെ മുടങ്ങിപ്പോയ ആൽബവും ഷൂട്ടിങ്ങും ഏഷ്യൻ ടൂറും എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് നിന്റെ സപ്പോർട്ട് അതിന് ആവശ്യമാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് കൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് ഓസ്ക അവളോട് പറയുന്നു. അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജുവൻ അവിടേക്ക് വന്നത്. ജുവനെ യൂൻസിയോളിനെയും ഓർമ്മയില്ല, പക്ഷേ അവളെ കണ്ടപ്പോൾ അവനെ ശരിക്കും ഇഷ്ടപ്പെടുന്നു. അവൻ്റെ ഡ്രീം ഗേളിൻ്റെ ഫിഗറാണ് ശരിക്കും യൂൻസിയോളിന്. അതുകൊണ്ട് അവൻ വളരെ താല്പര്യത്തോടെ അവളെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. നീ വെറുതെ ഇവളെ നോക്കണ്ട, ഇത് എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് ഓസ്ക ഇടയ്ക്ക് കയറുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ജോലിക്കാരി വന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു. അവനെ ഒരു 21 വയസ്സുള്ളപ്പോൾ പരിചയപ്പെടേണ്ടതായിരുന്നു എന്ന് യൂൻസിയോളും തമാശയോടെ പറയുന്നുണ്ട്. ജുവന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അമ്മ വന്നത്. ഇത്തവണ ജുവൻ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളൊരു സ്റ്റണ്ട് വുമൺ ആണ് എന്നൊക്കെ അമ്മയോട് വിശേഷം പറയുന്നു. പക്ഷെ അവൾ മറ്റു പെൺകുട്ടികളെ പോലെയൊന്നുമല്ല, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല,
എന്നൊക്കെ കൂടി ജുവൺ പറയുന്നുണ്ട്. എനിക്കും അവളെ അറിയാം, അവൾ അത്ര നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. എനിക്ക് അവളെ ഇഷ്ടവുമല്ല. ഞാൻ പറഞ്ഞാൽ നീ അവളെ ഉപേക്ഷിക്കുമോ എന്ന് അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉപേക്ഷിക്കില്ല, എനിക്ക് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം ഞാനിത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവന്റെ സ്വഭാവം ഒരേപോലെ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് അമ്മ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ രക്ഷിച്ച ഫയർ ഫൈറ്റർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൻ അമ്മയോട് ചോദിക്കുന്നത്. റൈമിന്റെ അച്ഛനാണത് എന്നുള്ള കാര്യം അവരിപ്പോൾ പറയുന്നില്ല. അത് മാത്രമല്ല, അയാൾ രക്ഷപ്പെട്ടു, ഇപ്പോഴും കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കുന്നു എന്നൊക്കെയാണ് അവർ അവനോട് പറഞ്ഞിട്ട് പോയത്. അയോങ് മുമ്പ് കണ്ട സ്വപ്നത്തിലെ പോലെയൊക്കെ തനിക്ക് അനുഭവപ്പെട്ടത് റായും അയോങ്ങിനോട് പറയുന്നു. ഇതിനു മുമ്പും അയോങ് കണ്ട പല സ്വപ്നങ്ങളും ശരിക്കും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇതും യാഥാർത്ഥ്യമായി എന്നറിഞ്ഞപ്പോഴാണ് അയോങ് കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു സ്വപ്നത്തെക്കുറിച്ച് അവളോട് പറയുന്നത്. പക്ഷെ അതത്ര നല്ല സ്വപ്നമല്ല എന്ന രീതിയിലാണ് അയോങ് പറഞ്ഞത്. 3 ചെറിയ കുട്ടികൾ ഒരു വലിയ കറുത്ത ഗേറ്റിന് മുന്നിൽ നിന്ന് എന്തിനു വേണ്ടി കരയുകയാണ്. ജുവണും നീയും അവർക്ക് അടുത്തുണ്ട്. നീ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഉണർന്നതിനാൽ ബാക്കി കാണാനും പറ്റിയില്ല എന്നൊക്കെ കുറിച്ച് വിഷമത്തോടെയാണ് അയോങ് അവളോട് പറഞ്ഞത്. അപ്പോഴാണ് കിം ജുവൺ പറഞ്ഞതനുസരിച്ച് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും അവിടെ എത്തിയത്. ഇത്തവണ ഒരു സ്പായിലേക്കാണ് ജുവൺ അവളെ വിളിപ്പിച്ചത്. ഇവന് ഇങ്ങനത്തെ കുസൃതികളൊന്നും ഉണ്ടെന്ന് റായിമിനെ നേരത്തെ അറിയില്ലല്ലോ. എന്തായാലും 34 വയസ്സുള്ള ജുവൺ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ 21ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കളിച്ച് നടന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവളും ആ പൂളിലേക്ക് ഇറങ്ങുന്നു. അവിടെ വെച്ച് ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ മുമ്പ് അനുഭവപ്പെട്ടതുപോലെ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ജുവണിന് ഓർമ്മ വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ റായിം അവനെ കെട്ടിപ്പിടിക്കുന്നു. മുമ്പ് ചെയ്ത ചില കാര്യങ്ങളും എനിക്ക് ചെറുതായി ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഡ്രസ്സ് ചെറുതായി മുകളിലേക്ക് പൊക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് അവനെ റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം അവൻ തന്നെയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത്. അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ആദ്യത്തെ പോലത്തെ റിയാക്ഷൻ തന്നെയായിരുന്നു അവൻ ഇപ്പോഴും. എൻ്റെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവൻ വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. അവൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് റായിം അതത്ര കാര്യമാക്കുന്നില്ല. അടുത്ത ഒരു ദിവസം ഓസ്ക ആക്ഷൻ സ്കൂളിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിരുന്ന് അവളുമായി സംസാരിക്കുന്നു. ജോണിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയാണ് അവർ ചർച്ച ചെയ്തത്. അതിനുശേഷം അവൻ തന്നെയാണ് അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ടത്. വണ്ടിയിൽ നിന്നിറങ്ങി അവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുമ്പൊരു തവണ ജുവൺ അവിടെ വെച്ച് അവരെ കണ്ടതുപോലെ ഇപ്പോഴും അവൻ അവിടെ വന്നിരുന്നുകൊണ്ട് നീ എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് അവളോട് ചോദിക്കുന്നു. ഓർമ്മകളൊന്നുമില്ലെങ്കിലും പണ്ട് ചെയ്ത അതേ കാര്യങ്ങൾ അവൻ വീണ്ടും ചെയ്യുന്നത് കണ്ട് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട്. അവനെ മൈൻഡ് ചെയ്യാതെ അവളും ഓസ്കയും കൂടി അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്നു. അങ്ങനെ ജുവൺ അവർക്ക് പുറകെ അവിടെ എത്തുന്നുണ്ട്. ജുവൻ്റെ അമ്മ റായിമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തൻ്റെ സെക്രട്ടറിയെ ഫുൾ ടൈമായി അയച്ചിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ജുവൺ അവിടെ എത്തി അവളുടെ വീട്ടിലേക്ക് കയറിയ കാര്യം അയാൾക്ക് അമ്മയെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ജുവൺ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടും അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവനെ വിളിച്ച് സംസാരിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. റായിം ഓസ്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ കുടിക്കാൻ ചായ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓസ്ക അവളുടെ അടുത്തിരിപ്പുണ്ട്. അവർ തമ്മിലുള്ള അടുപ്പം ജുവണിനെ ശരിക്കും അസൂയ പിടിപ്പിക്കുന്നു. അതുകൊണ്ട് യൂൻസിയോളിനെ ഞാൻ തട്ടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഓസ്കയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഓസ്ക അങ്ങനെ അവനെ 2 ചവിട്ടൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജുവൻ്റെ അമ്മ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അന്ന് അവനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഫയർ ഫൈറ്ററിന്റെ കാര്യം കഴിഞ്ഞ ദിവസം അവൻ ചോദിച്ചപ്പോൾ കള്ളം പറഞ്ഞതായിരുന്നു. ശരിക്കും അന്ന് അവനെ രക്ഷിച്ചയാൾ കൊല്ലപ്പെട്ടിരുന്നു. അത് റായിമിന്റെ അച്ഛനാണ്. അതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അവനുമായി അടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ അമ്മ അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ജുവൺ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെങ്കിലും റായിമിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഓസ്കയെ അവിടെ നിന്ന് അവൻ പറഞ്ഞയച്ച ശേഷം റായിമിനോട് അമ്മ പറഞ്ഞതിനെ പറ്റി ചോദിക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ അവളുടെ അച്ഛനാണ് തന്നെ അന്ന് രക്ഷിച്ച ഫയർ ഫൈറ്റർ എന്നൊക്കെ അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അവന് സംശയം തോന്നുന്നുണ്ട്. റായിമിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നതിനാൽ അവൻ്റെ അമ്മയാണോ ഇപ്പോൾ വിളിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിൽക്കാതെ നീ എന്നോട് ആദ്യം മുതലേ കള്ളമാണ് പറയുന്നത്. എന്തായാലും ഞാൻ നിന്നെ പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ഒരാളെ ഞാൻ ചൂസ് ചെയ്താൽ തന്നെ ഇതേപോലെ ഒരു സ്ഥലത്ത് അവൾ താമസിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നീ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. റായിം അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നുമുള്ള അവസരം നൽകുന്നില്ല. എന്തായാലും ഞാനിതൊക്കെ തനിയെ ഓർത്തെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് എനിക്കിതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. മുമ്പ് റായിം നൽകിയ ക്യാഷ് ജുവൻ്റെ ബെഡിനരികിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് വീട്ടിലെത്തിയ സമയത്ത് അതെന്തിനാണ് അവിടെ എങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് അവൻ ജോലിക്കാരോട് ചോദിക്കുന്നു. അവനത് വളരെ പ്രിയപ്പെട്ടതായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് ജോലിക്കാർ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതപ്പെടുന്നു. എന്തിനാണ് എന്ന് ഓർത്തെടുക്കാൻ അവന് പറ്റുന്നില്ലല്ലോ. അത് മാത്രമല്ല അവൻ പ്രിയപ്പെട്ടതായി സൂക്ഷിച്ചിട്ടുള്ള വേറെയും കുറേ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ അതെല്ലാം എടുത്ത് അവനെ കാണിക്കുന്നുണ്ട്. റായിമിന് വേണ്ടി വാങ്ങിയ ഡ്രസ്സുകളും ആ വാക്വം ക്ലീനറും അവൾ അമ്മയെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ആ ഫ്രൂട്ട്സും എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഒരു ഐഡിയയും കിട്ടാത്തതിനാൽ അവൻ സെക്രട്ടറിയെ വിളിച്ച് അതിനെപ്പറ്റി ചോദിക്കുന്നു. പക്ഷേ സെക്രട്ടറിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അയോങ്ങുമായി ഒരു ഡേറ്റിലായിരുന്നു കിം ആ സമയം. കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുമ്പ് റായിമിന് സംഭവിച്ചതുപോലെ അയോങ്ങിന്റെ ചുണ്ടിലും അതിന്റെ പത പറ്റുന്നുണ്ട്. ജുവൺ ചെയ്തതുപോലെ കിം
ഒരു കിസ്സൊക്കെ കൊടുത്തുകൊണ്ട് അത് തുടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയോങ് അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിനൊക്കെ പെർമിഷൻ തരാതെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഡ്രാമയിലൊന്നും അങ്ങനെ ആരും പെർമിഷൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് കിം വിഷമത്തോടെ പറയുന്നുണ്ട്. ഓസ്ക യൂൻസിയോളുമായി വീണ്ടും ഒരുമിച്ചത് പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് അവളെയും വിളിച്ചുകൊണ്ട് ഒരു ദിവസം റോഡിലൂടെ നടക്കുന്നു. അവൻ്റെ ഫാൻസൊക്കെ അവരെ കണ്ട് ചുറ്റും കൂടുന്നുണ്ട്. എല്ലാവരോടും അവൾ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് അവൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവൻ അവരുടെ റിലേഷൻ പബ്ലിക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈമിൻ്റെ കാര്യത്തിൽ ജൂൺ ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണല്ലോ. അങ്ങനെ വീട്ടിൽ തന്നെ അവളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആകെ സംശയിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ലൈബ്രറിയിൽ നിന്ന് അവൾ മുമ്പ് വെച്ചിട്ട് പോയ ആ പേപ്പർ അവന് കിട്ടുന്നത്. അതിലെ മെർമെയ്ഡിന്റെ കഥ വായിച്ചിട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, അതിന്റെ താഴത്ത് അവൻ തന്നെ ആ സ്റ്റോറി മാറ്റി പുതിയൊരു വേർഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസ് ആദ്യം മെർമെയ്ഡിന്റെ അടുത്ത് നിന്ന് പോയെങ്കിലും പിന്നീട് അവളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നതും രണ്ടുപേരും സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കുന്നതുമൊക്കെ ആയിരുന്നു അവൻ മാറ്റി എഴുതിയ കഥയിലുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ് അവൻ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ സ്റ്റുപ്പിഡ് സ്റ്റോറി ആരാണ് എഴുതിയത് എന്ന് അവൻ തന്നെ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോൾ അത് തൻ്റെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് അവന് മനസ്സിലാവുന്നു. താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റൈം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മെർമെയ്ഡിനെ പോലെ അപ്രത്യക്ഷമാവുന്നതിനെക്കുറിച്ച് പറഞ്ഞത് അവനങ്ങനെ ഓർമ്മ വന്നത്. അങ്ങനെ ഓരോന്ന് ഓർത്തെടുക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവന് ഓർമ്മകൾ മുഴുവനായി തിരികെ കിട്ടുന്നു. അതോടെ അവൻ റൈമിനെ കാണാനായി അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. വണ്ടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് റൈമിൻ്റെ അച്ഛൻ മരിച്ച സമയത്തെ സംഭവങ്ങൾ അവന് ഓർമ്മ വന്നത്. അവളുടെ അച്ഛൻ മരിച്ച ശേഷം മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്ന് കരയുന്ന റൈമിനെ അവൻ കണ്ടതാണ്. താൻ മറന്നുപോയ ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ട എന്തോ ഉണ്ട് എന്ന് അവന് മുമ്പ് ഫീൽ ചെയ്തിരുന്നല്ലോ. അത് റൈം ആയിരുന്നുവെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഷോക്കിൽ അവൻ അറിയാതെ കുറച്ച് സമയം വണ്ടി നിർത്തി പോകുന്നുണ്ട്. അവളെ മറന്നുപോയതിൽ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ച് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നു. വീട്ടിലാണ് എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവന് ഓർമ്മകൾ തിരികെ കിട്ടിയതറിയാതെ അമ്മ കാരണം തങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ആദ്യം റൈം സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അവൻ അതിനെ സമ്മതിക്കാതെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ അവൻ ഓർമ്മകൾ തിരികെ കിട്ടിയോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ആദ്യം അവൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, വേറൊരു ഗേൾ ഫ്രണ്ടിനെ തിരയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് തനിക്ക് ഓർമ്മകൾ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നത്. അതറിഞ്ഞപ്പോൾ റൈം സന്തോഷവും സങ്കടവും എല്ലാം ചേർന്ന് കരയാൻ തുടങ്ങുന്നു. തന്നെ പറ്റിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായി വേദനിക്കുന്നുവെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് നിർത്തിയിട്ട് ആദ്യം അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഇത് ഞാൻ തരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് ഇത് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി അയച്ചതാണ് എന്ന് പറയുന്നു. അന്ന് ലിഫ്റ്റിനുള്ളിൽ നടന്നത് എന്താണ് എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. ബിൽഡിങ്ങിന് തീപിടിച്ച സമയത്ത് അവൻ ലിഫ്റ്റിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു. അവൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന ഫയർ ഫൈറ്റേഴ്സിന്റെ സംഘം ബിൽഡിങ്ങിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബാക്കി എല്ലാവരോടും പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഒരു അവസാനവട്ട തിരച്ചിലിനായി ഒന്നുകൂടി തിരികെ പോയ അവളുടെ അച്ഛൻ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ അവനെ കണ്ടെത്തുന്നു. മരണം കൺമുന്നിൽ കണ്ട സമയത്താണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അവനെ അദ്ദേഹം കൈപിടിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കാലിന് പരിക്ക് പറ്റിയിരുന്നതിനാൽ അവന് തനി അതിനുള്ളിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം കൂടി അതിനുള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവനെ ഓക്സിജനൊക്കെ നൽകിയ ശേഷം അദ്ദേഹം അവനെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിഫ്റ്റ് വീണ്ടും താഴേക്ക് പോകുന്നു. അതിൻ്റെ ഡോർ അടയുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി മറിഞ്ഞ് താഴെ വീഴുന്നുണ്ടെങ്കിലും ലിഫ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും വാതിൽ തുറക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഈ സമയത്ത് എനിക്കൊരു മകളുണ്ട്, അതുകൊണ്ട് എനിക്ക് വീട്ടിലെത്തിയേ പറ്റൂ എന്നൊക്കെ അദ്ദേഹം അവനോട് പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വയർലെസ്സിൽ കണക്ഷൻ കിട്ടി അദ്ദേഹം പുറത്തുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. ഏത് ലിഫ്റ്റിലാണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ജുവന്റെ കയ്യിൽ വയർലെസ് നൽകി അവർക്ക് വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അതിന്റെ കണക്ഷൻ വീണ്ടും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് ലിഫ്റ്റിന്റെ ഡോർ ഒരു വിധത്തിൽ വെട്ടി തുറന്ന് അത് അടഞ്ഞു പോകാത്ത വിധം കോടാലി കൊണ്ട് തുറന്ന് വെക്കുന്നു. അതിനുശേഷം അവനെ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുന്നുണ്ട്. ജുവൻ മുകളിലെത്തിയ ശേഷം അദ്ദേഹത്തെ പിടിച്ച് കയറ്റാനായി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച സമയത്താണ് ലിഫ്റ്റ് വീണ്ടും താഴേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചത്. അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോൾ പോലും ലിഫ്റ്റിന് വലിയ മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അനങ്ങിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജുവൻ കൂടി തന്റെ ഒപ്പം അതിനുള്ളിലേക്ക് വീണ് പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അവന്റെ കയ്യിൽ നിന്ന് പിടിവിടുന്നു. അവൻ പക്ഷെ അതിനെ സമ്മതിക്കുന്നില്ല. നീ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടി താഴേക്ക് പോവേണ്ടി വരും. എൻ്റെ ആയുസ് ഇത്രേ ഉള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം. നീ എൻ്റെ മകളുടെ അടുത്തൊന്ന് പോയി. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നേരത്തെ ചെല്ലാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നതാണ്. അത് പാലിക്കാൻ പറ്റാതെ പോയതിന് സോറി പറഞ്ഞു എന്ന് അവളോട് പറയണം എന്ന് അദ്ദേഹം അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അവൻ്റെ കയ്യിൽ പിടി വിടിവിക്കാൻ ശ്രമിക്കുന്നു. പോവരുത് എന്ന് പറഞ്ഞ ജുവൻ ഭയങ്കരമായി കരയുന്നുണ്ട് എങ്കിലും അദ്ദേഹം ബലമായി അവൻ്റെ കയ്യിൽ പിടി വിടിയിക്കുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ട്.
താഴെ എത്തിയപ്പോഴേക്കും അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അച്ഛൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ റായും കരയാൻ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ തൻ്റെ അടുത്തെത്തി അറിയിച്ചതിന് അവൾ അവന് നന്ദി പറയുന്നു. അടുത്ത ദിവസം രണ്ടുപേരും കൂടി അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സ്ഥലത്തേക്ക് പോയി അദ്ദേഹത്തെ കാണുന്നുണ്ട്. കുറെ വൈകിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ അവളെ അറിയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ജുവൻ അറിയിക്കുന്നു. മുമ്പ് ഒരിക്കൽ ഞാനിത് പറയാൻ ശ്രമിച്ചിരുന്നതാണ്, പക്ഷേ അന്ന് എനിക്കത് സാധിച്ചില്ല എന്നും അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് റായിമിനെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ അവൾക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകാമെന്നും അവൻ വാക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ എപ്പോഴാണ് മുമ്പ് തൻ്റെ അടുത്ത് പറയാൻ ശ്രമിച്ചത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതും ഞാനും നിൻ്റെ അച്ഛനും തമ്മിലുള്ള ഒരു സീക്രട്ടാണ്, അതുകൊണ്ട് തൽക്കാലം അതിനെപ്പറ്റി പറയുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. അന്ന് തന്നെ അവൻ അമ്മയെ പോയി കാണുന്നുണ്ട്. ഓർമ്മകൾ തിരികെ കിട്ടിയ വിവരം പറയുന്നു. ഓർമ്മകൾ ഇല്ലാതിരുന്ന ആ സമയത്ത് തൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടരുത് എന്നാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് എന്ന് മനസ്സിലായ വിവരവും റായിമിനെയും തന്നെയും തമ്മിൽ അകറ്റാൻ വേണ്ടി അമ്മ ഇങ്ങനൊരു കള്ളം പറഞ്ഞതിനെ പറ്റിയുമൊക്കെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും അവളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവളുടെ ഭർത്താവായിട്ടാണ് ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തൻ്റെ തീരുമാനം അവൻ അമ്മയോട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.